ആലത്തൂർ കാട്ടുശ്ശേരി പാടശേഖര സമിതിയുടെ കർഷക കുടുംബ സംഗമം സംഘടിപ്പിച്ചു. KD പ്രസന്നൻ MLA ഉദ്ഘാടനം ചെയ്തു. കാർഷിക സമൂഹം എന്ന് പറയുന്നത് കേവലം ഭൂ ഉടമകളായ കർഷകർ മാത്രം ഉൾപ്പെടുന്നതല്ല. ഭൂമിയിൽ അധ്വാനിക്കുന്ന എല്ലാവരും ചേരുന്നതാണ് കാർഷിക സമൂഹം. അതുകൊണ്ട് കർഷക സമൂഹത്തിലെ കർഷക തൊഴിലാളികളും കർഷകരും അടങ്ങുന്ന എല്ലാ കുടുംബാംഗങ്ങളും പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് അവരുടെ ദൈനംദിന ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളിലും ഉണ്ടാകുന്ന എല്ലാ തരത്തിലുമുള്ള സുഖദുഃഖങ്ങളിലും പരസ്പരം പങ്കെടുക്കുകയും ആശ്വാസമാവേണ്ടിടത്ത് ആശ്വാസമാകും, മറ്റു രൂപത്തിലുള്ള സഹായങ്ങൾ എത്തിക്കേണ്ട സന്ദർഭങ്ങളിൽ പരസ്പരം സഹായിക്കുകയും ഒക്കെ ചെയ്തു വരുന്ന ഒരു സംസ്കാരം നാട്ടിലുണ്ടായി. പക്ഷെ അതെല്ലാം ഇടക്കാലത്ത് കൈവിട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാവുകയും പരസ്പരം ശത്രുക്കളായി മാറുകയും ചെയ്യുന്ന ഒരു ദുരനുഭവം കേരളത്തിലുൾപ്പെടെ ഉണ്ടായി എന്നതാണ് വസ്തുത. അപ്പോൾ വർഗശത്രുക്കളായി കർഷകരും കർഷക തൊഴിലാളികളും മാറുക, അത് ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. അത് ഉണ്ടായി എന്നത് ബോധപൂർവം ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ കാർഷിക മേഖലയുടെ നിലനിൽപ്പിന് അനിവാര്യമായ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരുടെയും സംയുക്തമായ പ്രവർത്തനം അത് തിരിച്ചു കൊണ്ടുവരാൻ ഇത്തരം കൂട്ടായ്മകൾക്ക് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അധ്വാനിക്കുന്ന, കൃഷിഭൂമിയിൽ അധ്വാനിക്കുന്ന, മണ്ണിൽ അധ്വാനിക്കുന്ന മനുഷ്യരുടെ പൂർണ്ണമായ പിന്തുണയും സഹകരണവും, അത് പരസ്പരം അതിൻ്റെ വേദനയും അല്ലെങ്കിൽ അതിൻ്റെ അധ്വാനത്തിൻ്റെ ബലവുമെല്ലാം തിരിച്ചറിയാൻ കഴിയുന്നവരാണ് കർഷകരും കർഷക തൊഴിലാളികളും. അത് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപോലെ ആദരവോടുകൂടി നമ്മൾ ഈ മേഖലയെ പിന്തുണയ്ക്കാൻ വേണ്ടി സന്നദ്ധരാവേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ഷൈനി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു മുഖ്യാതിഥിയായി. പാടശേഖര സമിതി പ്രസിഡന്റ് PK മോഹനൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പാടി മാർക്കറ്റിംഗ് ഓഫീസർ കവിത, ആലത്തൂർ സീഡ് ഫാം ADA MV രശ്മി എന്നിവർ വിഷയാവതരണം നടത്തി. കൃഷി ഓഫീസർ ശ്രുതി പ്രസംഗിച്ചു. രാജ്യത്തെ മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആലത്തൂർ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ TN ഉണ്ണികൃഷ്ണനെ പാടശേഖര സമിതിയുടെയും കാട്ടുശ്ശേരി ദേശത്തിന്റെയും ആദരവ് ചടങ്ങിൽ വെച്ച് സമർപ്പിച്ചു. ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം B. കൊച്ചുകുമാരി നന്ദി പറഞ്ഞു.